ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിൽ ഇന്ന് നടന്ന നിങ്ങളുടെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സൂചന, നീലി ചിടിയ കവിത കെ യേ പങ്ക്തിയാം പടയും ഓർ പ്രശ്നവും കെ ഉത്തർ ലിഖിയും. നമ്മൾ പഠിച്ചിട്ടുള്ള നീലി ചിടിയ എന്ന കവിതയിലെ വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വായിച്ച് നിങ്ങളോട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. इस फुनगी से उस फुनगी पर उड़कर जाने वाली चिड़िया. इस फुनगी എന്ന് പറഞ്ഞാൽ ഈ കൊമ്പിൽ നിന്ന് അടുത്ത കൊമ്പിലേക്ക് ഉടുക്കർ ജാനേ വാലി ചിടിയ, പറന്നു പോകുന്ന പക്ഷിയല്ലേ. ഇൻ പത്തോമേം ഉൻ പത്തോമേം ചിപ്കർ ഗാനേ വാലി ചിടിയ. അപ്പം എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ? പത്തോമേം ചിപ്കർ ചിടിയ ക്യാ കർത്തി ഹേ. ഇലകൾക്കിടയിൽ ഒളിച്ചിരുന്ന് ആ കിളി എന്താണ് ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത് കൂട്ടുകാരെ? പാട്ട് പാടുകയാണല്ലേ. അപ്പൊ ആൻസർ എന്താ വരിക? ഗാത്തി ഹേ അല്ലേ. ഇലകൾക്കിടയിൽ കഴിയുന്ന പക്ഷി പാട്ട് പാടുകയല്ലേ. അപ്പൊ ആൻസർ ഗാത്തി ഹേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കവിതാ സേ സമാൻ രൂപ് ചുൻകർ ലിഖിയും. കവിതാ സേ സമാൻ രൂപ് ഗാനേ വാലി, അതുപോലുള്ളത് ഏതാണുള്ളത് ഇവിടെ നോക്കൂ. ഗാനേ വാലി, ജാനേ വാലി കണ്ടോ. ഗാനേ വാലി, ജാനേ വാലി അല്ലേ. അപ്പൊ ഇതുപോലുള്ളത് എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കവിത ക ആശയ ലിഖിയും. കവിതയുടെ ആശയം എഴുതാനാണ് അല്ലേ. നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, നമ്മൾ പഠിച്ച ചാപ്റ്റർ ആണ്. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. ഓക്കെ, ഇതിൻ സൂചന, सिकटी मछली सूखी क्यों नहीं लोक कथा का यह अंश पढ़ें और प्रश्नों के उत्तर लिखें. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പ്രസ്താവ് പഠേം സഹി വികൽപ്പ് ചുൻകർ ലിഖേം എന്നുള്ളതാണല്ലേ. ഇതിൽ സഹി വികൽപ്പ് ഏതാ വരുന്നത്? അതെ, ആൻസർ ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ആണല്ലേ. ആ പ്രസ്താവ് ആ ഓർ ഈ സഹി ഹേ എന്നുള്ളതാണല്ലേ. ആ ഓർ ഈ സഹി ഹേ, ആ ഓർ ഈ സഹി ഹേ, ആ ഓർ ഈ സഹി ഹേ. തേർഡ് ഓപ്ഷനാണ് ആൻസർ വരുന്നത്. ആ ഓർ ഈ സഹി ഹേ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്രയ്ക്ക് അനുസാർ പർ വാക്യ ചുനുക്കർ ലിഖേം എന്നുള്ളതാണല്ലേ. അപ്പോൾ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിന് ഓരോന്നിനും നോക്കിയിട്ട് നമ്മൾ വാചകം എഴുതണം. ഒന്നാമത്തെ പിക്ചറിൽ എന്താണ്? ഒന്നാമത്തെ പിക്ചറിലെ യെസ്, ബൂഢി അമ്മ ബച്ചേക്കോ. ഇവിടെ നോക്കൂ, ഒന്നാമത്തേത് ബൂഢി അമ്മ ചീണ്ടി പൂജ്തി ഹേ അല്ലേ. ദെൻ സെക്കൻഡ് ബൂഢി അമ്മ ചട്ടായി ലപേട്തി ഹേ. ദെൻ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, തേർഡ് ഏതാ വരുന്നത്? ബൂഢി അമ്മ ബच्चे के पास बैठती है. ദെൻ ലാസ്റ്റ് ബൂഢി അമ്മ बच्चे को उड़ाती है അല്ലേ. ओके, देन नेक्स्ट क्वेश्चन നോക്കാം. सूचना, इच्चू और बिनिया कहानी का यह अंश पढ़ें और प्रश्नों के उत्तर लिखें. बिनिया कौन बनना चाहती है? बिनिया कौन बनना चाहती है? ആൻസർ എന്താണ്? ചീണ്ടിയാണല്ലേ. ओके, द नेक्स्ट, चींटियां मिलकर घर बनती है मिलकर रहती है. ഏകദാമ്യം ബൽഹെ വിഷയ पर പോസ്റ്റർ ആണല്ലേ. പോസ്റ്റർ തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, मुन्नू की स्वतंत्रता कहानी का यह अंश पढ़ें और प्रश्नों के उत्तर लिखें. माम तुम तो कहानी हो कि मैं स्वतंत्रता मिल गई, पर मैं जब आज भैया के कोट से फाउंटेन पे निकाल फर्श पर लिखने तब तुम नाराज हो गई और कलम छीन ली. किसने कलम छीन ली? ആരാണ്? അമ്മയാണല്ലേ, മാം. ദെൻ മുന്നു ഓർ മാം കെ ബീച്ച് കെ വാർത്താലാപ് കി പൂർത്തി കരേം. അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവർ തമ്മിലുള്ള വാർത്താലാപ് അല്ലെ, മുന്നുവും മാമും തമ്മിലുള്ള വാർത്താലാപ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ओके, देन चलें कहानी का यह अंश पढ़ें और प्रश्नों के उत्तर लिखें. टुक्कू कई दिन से साइकिल की जिद कर रहा था. अम्मा ने टुक्कू ने के लिए साइकिल और अपने के लिए एक स्कूटी खरीद ली. पर आपको तो स्कूटी चलाना नहीं आता. टुक्कू ने अम्मा से पूछा, तुम्हें भी तो साइकिल चलाना नहीं आता? अम्मा ने कहा, मैं सीख लूँ धीरे धीरे. टुक्कू बोला, मैं भी सीख लूँ धीरे धीरे. अम्मा हंसते हुए बोली. उस रातों दोनों को नींद न आई. അപ്പം എന്താണ്? मैं भी सीख लूँगी धीरे धीरे. ये किसने मैं भी
സീഖ് ലൂങ്കി ധീരെ ധീരെ യഹ് കിസ്നെ കഹ. ഇങ്ങനെ ആരാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണല്ലോ അല്ലേ ചോദിച്ചിട്ടുള്ളത്. ആരാണ് പറഞ്ഞിട്ടുള്ളത്? അമ്മാനെ അല്ലേ, അമ്മയല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉസ് രാത് ദിനോം കോ നീന്ദ് ന ആയി ടുക്കു കെ ഉസ് ദിൻ കി ഡയറി ലിഖേ. ആ ദിവസത്തെ ടുക്കുവിൻ്റെ ഡയറി ആണല്ലേ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മോഡേൺ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ ഡയറി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ഓക്കെ, രൂരു കഹാനി കാ യഹ് അംശ് പഠേം ഓർ പ്രശ്നോं के उत्तर लिखे. रूरू ने दौड़ा डरते हुए झिझके हुए खौलों से उम्मी के जेब से सिर बाहर निकाला. दुनिया कितनी बड़ी थी, कितनी सुंदर, कितनी सारे रंग, आवाज़ें कितनी खुशबू. रूरू ने कहा हमसे सिर बाहर निकाला. എവിടെ നിന്നാണ്? യെസ്, അമ്മീക്കെ ജേബ് സെ അല്ലേ, അമ്മീക്കെ ജേബ് സെ. ദെൻ ദുനിയ കിത്തനി ബഡി थी, कितने सारे रंग, आवाज़ें कितनी खुशबू. പഹലി ബാർ ദുനിയ ദേഖ്നെ വാലി രൂരു കി ദിസ്കി. ആ ദിവസം അവർ ലോകം കാണുകയാണല്ലേ. ഫസ്റ്റ് ആദ്യമായിട്ട് അവൻ പുറം ലോകം കാണുകയാണ്. അപ്പം അന്നേ ദിവസത്തെ ഡയറിയാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ഫോർത്ത് സൂചന. യഹ് കവിതാംശ് പഠേം ഓർ പ്രശ്നോं के उत्तर लिखे. ചീണ്ടി ചൽത്തി ഹേ ചീണ്ടി ലേക്കർ ചീണ്ടി ചൽത്തി ഹേ. ചീണ്ടി रुकती है तो चीनी सकती है, चींटी चलती है चीनी चलती है, रास्ते में के और चींटी मिल जाती है, देख के चीनी का दैना गिल जाती है. ചീണ്ടി ക്യാ ലേക്കർ ചൽത്തി ഹേ എന്നാണല്ലേ. എന്താണ്? ചീണ്ടി എന്നുമായിട്ടാണ് പോണത്? ചീണ്ടി ചലനേപ്പ് ചീനി ചൽത്തി ഹേ അല്ലേ, ചീനിയാണല്ലേ. ചീനിയിലേക്കർ ചൽത്തി ഹേ. ദെൻ സഹി പ്രസ്താവ് ചുനിക്കർ ലിഖേം എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ചീണ്ടി കെ ചലനെ पर चिड़िया चलती, चींटी के चलने पर छिपकली चलती है, चींटी के चलने पर तितली, ദെൻ ചീണ്ടി के चलने पर चीनी चलती है. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ചീണ്ടി के चलने पर चीनी चलती है എന്നുള്ളതാണല്ലേ. ദെൻ സഹി മിലാൻ കരേം. ചീനി का दाना देख कर चींटी गिल जाती है അല്ലേ, ചീണ്ടി गिल जाती है. देन चींटी रुकती, चीनी भी रुकती है ले, चीनी भी रुकती है. देन रास्ते में एक चींटी मिल जाती है. ओके, द नेक्स्ट 5 सूचना. चित्र देखें और प्रश्नों के उत्तर लिखे. सही प्रस्ताव चुनकर लिखे. लड़के क्रिकेट खेलते हैं, लड़के तैरते हैं, लड़के फुटबॉൾ खेलते हैं, लड़के पेड़ पर चढ़ते हैं. ആൻസർ ഏതാണ്? അതെ, ലഡ്ക്കെ ക്രിക്കറ്റ് खेलते हैं അല്ലേ, ക്രിക്കറ്റ് അല്ലേ കളിക്കുന്നത്. അപ്പോൾ ആൻസർ ഓക്കെ. ദെൻ നെക്സ്റ്റ് अगस्त राष्ट्रीय खेल दिवस है, जीवन में खेल का സ്ഥാൻ ബഡാ ഹെ. ഇസ് വിഷയ पर പോസ്റ്റർ തയ്യാർ കരേം. പോസ്റ്റർ തയ്യാറാക്കാനാണല്ലേ. ആ പോസ്റ്റർ കൂട്ടുകാർ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ മനോഹരമായി. ആ ചിത്രമൊക്കെ വരച്ച് തയ്യാറാക്കിയിട്ടുണ്ടാവും അല്ലേ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എളുപ്പമായിരുന്നല്ലേ? ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.